മതത്തിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാകരുത്. ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും മാർപ്പാപ്പയും ഒരുമിച്ചായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായ ജക്കാർത്തയിലെ ഇസ്തിഖലാൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമായ ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് മാർപ്പാപ്പ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കവാടത്തിൽ വെച്ചായിരുന്നു മാർപ്പാപ്പയും ഇന്തോനേഷ്യയിലെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറും ചേർന്ന് വിവിധ മത നേതാക്കളെ സ്വീകരിച്ചത്. വെളിച്ചത്തിലേക്കുള്ള തുരങ്കമെന്നാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത്. തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജക്കാർത്തയിലെ ഇസ്തിഖ്ലാൽ മോസ്കിനെയും സെന്റ് മേരി ഓഫ് അസംഷൻ കത്തീഡ്രലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. 2020 ഡിസംബർ 15 ആരംഭിച്ച തുരങ്ക നിർമ്മാണം 2021 സെപ്റ്റംബറിലാണ് പൂർത്തിയായത്. തുരങ്കത്തിന് 28.3 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവും 4.1 മീറ്റർ വീതിയുമുണ്ട്. ഹസ്തദാനം ചെയ്യുന്നതിന്റെ മാതൃകയിലാണ് തുരങ്കത്തിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 226 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ ആകെ വിസ്തീർണം. 37.3 ബില്യൺ ഇന്തോനേഷ്യൻ റുപ്പിയ ചെലവിട്ടാണ് സർക്കാർ തുരങ്കം നിർമ്മിച്ചത്.